ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നലത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങിയപ്പോൾ എണീക്കാൻ കുറച്ച് വൈകി. സമയം 7 മണിയായി. വേഗം എണീച്ച് പല്ലൊക്കെ തേച്ച് നേരെ വണ്ടി എടുത്ത് പോയി. കാരണം നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് എല്ലാവരും കൂടി കച്ചറ മാനാഞ്ചിറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ വെച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പള്ളിയിലേക്ക് കുറച്ച് ദൂരം പോകാണ്ട്, അടുത്തൊരു ചെറിയ നിസ്കാര പള്ളിയുണ്ട്. പിന്നെ ഒരു ചായയൊക്കെ കുടിക്കുക എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് ദൂരം പോയതാണ്. കാരണം ഇന്നലെ തൊട്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഒരേ കടത്തുമായിരുന്നു. പള്ളി എത്തി, നിസ്കാരം കഴിഞ്ഞ് ഒന്നൊരു ചായ കുടിക്കാൻ വെച്ചിട്ട് പുറത്തിറങ്ങി. അപ്പോൾ കുറേ ഹോട്ടലും കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കട ഉണ്ട്. ആ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ലോറി വന്ന് പറഞ്ഞു, ഒരു ചെറിയ കടയാണ്. അവിടെ നമുക്ക് പുട്ടും നല്ല കട്ടൻ ചായയും കിട്ടും. നിസ്കാരം കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും അവിടെ ഉണ്ടാവുക. അവിടെ കഴിക്കാനായിട്ട് ഉഴുന്നുവടയും കൈപ്പത്തിരിയും പിന്നെന്തോ മടക്കുപൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു പുട്ട് കട്ടൻ ചായയും കുടിക്കാൻ വെച്ചിട്ടാണ് നമ്മൾ പോയത്. പുട്ട് പറഞ്ഞു. അപ്പോൾ 2 ചെറിയ കഷ്ണം പുട്ടും ഒരു കട്ടൻ ചായ, അതിന് 10 റുപ്യാണ്. അപ്പോൾ അതിന് ചായക്ക് 10 അങ്ങനെ 20 റുപ്യ. പല ആളുകളും കുടുംബക്കാരൊക്കെ വിളിച്ചിരുന്നു. അന്നേരം എന്താ പറ്റിയെന്ന് വെച്ചിട്ട് കുറേ ആളുകൾ വിളിച്ചിരുന്നു. പക്ഷേ ക്ഷീണം വിട്ടു മാറുന്നില്ല. ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ കയറ്റിയെങ്കിലും ക്ഷീണം വിട്ടു മാറുന്നില്ല. എന്താണെന്നറിയില്ല. അപ്പോൾ വിളിച്ചവർക്കും ചോദിച്ചവർക്കും ദുആ ചെയ്തവർക്കൊക്കെ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവ്വസ്തുതിയും. പോലത്തെ പുട്ടും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചായ കുടിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ആലോചിച്ച്, ഇന്ന് ഇപ്പോൾ ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ. നമ്മളത് ആഘോഷിക്കുകയല്ല. ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഡയറി മിൽക്ക് പോലത്തെ വൈഫിന് മേടിച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലായപ്പോൾ ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഓൾക്കും മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ രാവിലെ നേരത്തെ തുറക്കുമെന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ മിഠായികൾ ഇങ്ങനെ പരതി നോക്കി. പല വർണ്ണ കടലാസിൽ പൊതിഞ്ഞ മുട്ടായാണ്. അപ്പോൾ ഉള്ളിൽ ഏറ്റവും വലുതൊന്നും എടുത്ത് നോക്കി, ഇത് കൊടുക്കാമെന്ന് വെച്ച് നോക്കി. അതിൻ്റെ റേറ്റ് നോക്കിയാൽ 307 റുപ്യ. അപ്പോൾ അത്രയും വലിയ സ്നേഹത്തിൻ്റെ പൈസ ഒന്നും കയ്യിലില്ല. അപ്പോൾ ചെറുതൊന്നും എടുത്ത് നോക്കി. 2-3 അങ്ങനെ വില നോക്കിയപ്പോൾ എല്ലാം 100, 190 അങ്ങനെ വില കാണുന്നത്. അപ്പോൾ ചെറിയൊരു ഡയറി മിൽക്ക് എടുത്ത് നോക്കിയപ്പോൾ അത് 40 റുപ്യ. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം, ചെറിയ പൈസ കൂടുതലായിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഒരു 75 ഗ്രാമിനുണ്ടായിരുന്നു 120 റുപ്യ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കുട്ടീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ മിഠായി മേടിച്ചു. അതും മുട്ടായല്ല, ഡയറി മിൽക്കും മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി വൈഫിനെ കൊടുത്തു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടാകുക. വാലന്റൈൻസിന് മാത്രമല്ല, എപ്പോഴും തഹാബു, നിങ്ങൾ സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം, സ്നേഹമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും, അങ്ങോട്ടും കൊടുക്കണം സ്വീകരിക്കുകയും ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഹദിയകൾ കൈമാറണമെന്ന് പറയാറുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. തഹാബു, നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവും.